ഹലോ ഫ്രണ്ട്സ്, സോൾഫുൾ ലാൻഡ്സ്കേപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല, കുറച്ച് തിരക്കിലായിരുന്നു. ബട്ട് ദാറ്റ്സ് ഓക്കെ. നമ്മൾ വീണ്ടും മടങ്ങി വന്നാച്ച് അല്ലേ, തിരുമ്പി വന്നാച്ച്, അങ്ങനെയല്ലേ? ഓക്കെ. സോ ഇന്ന് മുതൽ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫി ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഒരു കംപ്ലീറ്റ് ബിഗിനറിന്, ഒരു ഇതുവരെ ഫോണിലായിരിക്കും ഫോട്ടോ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒന്നിലും ഫോട്ടോ എടുത്തിട്ടില്ല, ഇനി എനിക്ക് DSLR ഒരു മിറർലെസ്സോ വാങ്ങാൻ താല്പര്യമുള്ള ഒരാളാണ്. അങ്ങനെ ഒരാൾക്ക് ആദ്യമായി ക്യാമറ എടുത്ത് തുടങ്ങാൻ വേണ്ടിയുള്ള ഒരു തരത്തിലുള്ള ട്യൂട്ടോറിയലാണ് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് ക്യാമറ എന്നൊരു സംഭവമാണ്. പലതരത്തിലുള്ള സെൻസറുകൾ, പലതരത്തിലുള്ള ക്യാമറകൾ, ക്യാമറയുടെ പ്രധാനപ്പെട്ട പാർട്ടുകൾ എന്തൊക്കെയാണ് ക്യാമറയുടെ പ്രധാനപ്പെട്ട ബട്ടൺസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. പല തരത്തിലുള്ള ക്യാമറാസ് ഉണ്ട്. ഈ പല തരത്തിലുള്ള ക്യാമറാസ് എന്ന് പറയുമ്പം അത് മെയിൻലി എന്നല്ല, ഈ സോൾലി ഡിപ്പെൻഡ് അപ്പോൺ വൺ തിങ്. എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഈ ഒരു സെൻസർ, ഇതിപ്പോൾ സെൻസർ അല്ല, ഇത് ഷട്ടറാണ്. ഈ ഒരു സെൻസർ എന്നൊരു സാധനത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് പലതരത്തിലുള്ള ക്യാമറാസ് എന്നുള്ള സംഭവം വരുന്നത്. നമ്മളത് ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. ഏതൊക്കെ തരത്തിലുള്ള ക്യാമറാസ് ഉള്ളതാണെന്ന് കണ്ടു നോക്കാം. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരിക്കലും വാങ്ങാൻ സാധ്യതയില്ലാത്തതും എന്നാൽ ദ മോസ്റ്റ് ലക്ഷൂറിയസ് ടൈപ്പ് ഓഫ് ക്യാമറ എന്ന് പറയുന്ന മീഡിയം ഫോർമാറ്റ് സെൻസർ. എന്താണ് മീഡിയം ഫോർമാറ്റ് സെൻസർ? ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ നോക്കി നിങ്ങൾക്ക് വായിച്ചു തരുന്നതാണ്. ഓക്കെ, മീഡിയം ഫോർമാറ്റ് സെൻസറിന് ഒന്നുകൊണ്ട് ഉദാഹരണങ്ങൾ പറയുന്നത് നമ്മുടെ ഫ്യൂജി ഫിലിമിന്റെ GFX, ഹാസൽബാഗിന്റെ X സീരീസ് തുടങ്ങിയ ക്യാമറാസ് ഒക്കെയാണ്. വളരെ എക്സ്പെൻസീവ് ആണ്. 6-7 ലക്ഷം രൂപ വരെയാണ് ഇതിന് പോകുന്നത്. ഇതിൻ്റെ അകത്തുള്ളത് നമ്മുടെ ഫുൾ ഫ്രെയിമിനേക്കാൾ വളരെ വലിയ ഒരു സെൻസറാണ്. അത് സൈസ് പറയുകയാണെങ്കിൽ 44 mm × 33 mm, ചിലത് 54 × 40 mm വരെ വലുപ്പമുള്ള സെൻസറുകളുണ്ട്. ഹൈ എൻഡ് ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിക്കാണ് ഇത് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുക. സ്റ്റുഡിയോ വർക്ക്, കൊമേഴ്ഷ്യൽ ഫോട്ടോഗ്രാഫി, വലിയ സെറ്റപ്പ് ആയിട്ടുള്ള ഹൈ എൻഡ് ആയിട്ടുള്ള ആർക്കിടെക്ചറൽ ഫോട്ടോഗ്രാഫി, ഇത് വളരെ ഒരു നീഷ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. വലിയ സെൻസർ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ 100-150 മെഗാ സെൻസറുകളായിരിക്കും ഇതിനകത്തുള്ളത്. വീഡിയോ സെൻട്രിക് അല്ല ഈ ക്യാമറകൾ. ഇത് മെയിൻലി സിംഗിൾ സ്റ്റിൽ ഫോട്ടോഗ്രാഫി ബേസ് ചെയ്തിട്ടാണ്. ഒരൊറ്റ ക്ലിക്ക് അല്ലെങ്കിൽ എക്സ്പോഷർ ബ്ലെൻഡിങ്, ഫാസ്റ്റ് വൈൽഡ് ലൈഫ് പോലുള്ള കാര്യങ്ങൾക്ക് ഈ ഒരു സംഭവം ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അത്രയും വലിയ സെൻസറും അത്രയും കൂടുതൽ ഡാറ്റാസ് കൈകാര്യം ചെയ്യുന്നുള്ളതുകൊണ്ട് അത്ര ഫാസ്റ്റ് ആയിട്ടുള്ള റീഡ് ഔട്ടും കാര്യങ്ങളും ഒന്നും ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. എക്സ്പെൻസീവ് ആണ്. ഇതിൻ്റെ ഒരു നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ തന്നെ വളരെ എക്സ്പെൻസീവ് ആണ്. വളരെ സ്ലോ ആയിട്ടുള്ള ഓട്ടോ ഫോക്കസ് ആയിരിക്കും ഉണ്ടാകുക. കാരണം ഇത് അതിനു വേണ്ടിയുള്ളതല്ല. അപ്പോൾ അതിനു വേണ്ടിയുള്ള അല്ലാത്തൊരു സാധനം വാങ്ങിച്ചിട്ട് അതിനു വേണ്ടി വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും പറ്റിയ ഒരു അടിപൊളി സാധനമുണ്ട്. അതാണ് നമ്മുടെ ദ ഫുൾ ഫ്രെയിം ക്യാമറാസ്. ഫുൾ ഫ്രെയിം ക്യാമറാസ് ആണ്. 35 mm സെൻസറാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതായത് 36 × 24 mm ആണ് നോർമലി വരിക. 35 mm സെൻസർ എന്ന് പറയാൻ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ടത്തെ കാലത്ത് ഫിലിം ഉപയോഗിച്ചുകൊണ്ടിരുന്നല്ലോ. അപ്പോൾ ആ ഫിലിമിൻ്റെ ഇതിൻ്റെ സൈസാണ് 35 mm. ഒരു സിംഗിൾ ഫിലിമിൻ്റെ ഒരു ഷോട്ടിൻ്റെ സൈസായിരുന്നു 35 mm. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ സെൻസറുള്ള 35 mm വിളിക്കുക. ഇതിപ്പോൾ ഒരു 35 mm സെൻസറുള്ള ഒരു ഫുൾ ഫ്രെയിം ക്യാമറയാണ്. കാനോൻ്റെ R5 എന്ന് പറയും. നിങ്ങൾക്ക് ഇതിപ്പം ഏകദേശം കാണുന്നില്ലേ? ഇതാണ് ഈ പച്ച, മഞ്ഞ, നീല കളർ പോലെ കാണുന്ന ഒരു സാധനമാണ്. മഞ്ഞില്ല. അപ്പോൾ അതാണ് നമ്മുടെ സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡെലിക്കേറ്റ് ആണ്, സൂക്ഷിച്ചുപയോഗിക്കേണ്ട സാധനമാണ്. അതുകൊണ്ട് അടച്ചു വെച്ചേക്കാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ലൈക്ക് ഓൾ റൗണ്ടർ സെൻസറാണ്. ഇതിന് എക്സ്പെൻസീവ് ആണ് ക്യാമറയ്ക്ക്. അത് ഞാൻ നെഗറ്റീവ്സിൻ്റെ സമയത്ത് പറയാം. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തരം കാര്യത്തിനും നമുക്കിത് ഉപയോഗിക്കാം. ഫുൾ ഫ്രെയിം സെൻസർ ഉള്ളതാണ് പ്രധാനപ്പെട്ട എല്ലാ വീഡിയോ ക്യാമറാസും. ഫുൾ ഫ്രെയിം സെൻസർ ഉള്ളതാണ് പ്രധാനപ്പെട്ട എല്ലാ വൈൽഡ് ലൈഫ് ക്യാമറാസും, എല്ലാ ലാൻഡ്സ്കേപ്പ് ക്യാമറാസും. ആൻഡ് ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ഫോർ ആസ്ട്രോ ഫോട്ടോഗ്രാഫി. നമ്മുടെ മരിച്ചുപോയ അലൻ വാലിസ് എന്ന് പറഞ്ഞ ആസ്ട്രോ ഫോട്ടോഗ്രാഫറിൻ്റെ വീഡിയോ ഞാൻ പുള്ളി ഈ മീഡിയം ഫോർമാറ്റ്, വലിയ സെൻസറാണ്, ലോ ലൈറ്റ് പെർഫോമൻസ് ഉണ്ടെന്ന് പറഞ്ഞ കാര്യമില്ല. അതും സോണിയുടെ ഒരു ഫുൾ ഫ്രെയിം ക്യാമറ തമ്മിൽ കമ്പയർ ചെയ്ത് പുള്ളി പറഞ്ഞ കാര്യം വെച്ചാൽ ഡൈനാമിക് റേഞ്ചിൻ്റെ കാര്യത്തിൽ ഫുൾ ഫ്രെയിം ക്യാമറാസ് ആണ് ഈ ആസ്ട്രോ ഫോട്ടോഗ്രാഫിയിലേക്ക് വരുമ്പോൾ ബെറ്റർ. ദാറ്റ് ഡസൻറ്റ് മീൻസ് ദാറ്റ് അതിന് ബെറ്റർ ഡൈനാമിക് റേഞ്ച് ഇല്ല എന്നല്ല. അത് നല്ല ഡൈനാമിക് റേഞ്ച് ഉണ്ട്. പക്ഷേ ആസ്ട്രോ ഫോട്ടോഗ്രാഫി ഒരു ചാലഞ്ചിങ് ഫീൽഡ് ആയതുകൊണ്ട് അങ്ങനെ. അപ്പോൾ എല്ലാ പരിപാടിക്കും പറ്റുന്ന ഒരു സാധനമാണ്. കമ്പയർ ടു താഴോട്ട് വരാൻ പോകുന്ന ക്യാമറകളെ വെച്ച് നോക്കുമ്പോൾ വളരെ ബെറ്റർ ആയുള്ള ഡൈനാമിക് റേഞ്ച് ഉണ്ട്. കാരണം വലിയ സെൻസർ ആകുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വലിയ പിക്സൽസ്, കൂടുതൽ മെഗാ പിക്സൽസ് തന്നെ തള്ളി കയറ്റുകയും ചെയ്യാം. ഇനി അല്ലെങ്കിൽ പോലും എന്താ പറയുക, കൂടുതൽ വലിയ സൈറ്റുള്ള വലിയ പിക്സൽസ് വെക്കാം. അപ്പോൾ ഇത് R5 45 മെഗാ പിക്സൽ ഉണ്ട്. ഈ സെയിം സെൻസറിൻ്റെ സൈസിലാണ് നമ്മുടെ R6 വരുന്നത്, 20 മെഗാ പിക്സലുള്ളൂ. പക്ഷേ അപ്പോൾ അതിൻ്റെ ഓരോ പിക്സൽസും ഓരോ ഫോട്ടോ സൈസും വലുതായിരിക്കും. അതുകൊണ്ട് കൂടുതൽ ലൈറ്റ് അതിന്. അതുകൊണ്ട് R6 വളരെ നല്ല ഒരു
ലോ ലൈറ്റ് ക്യാമറയാണ്. ഇത് വളരെ നല്ലൊരു ലാൻഡ്സ്കേപ്പ് ഓൾറൗണ്ടർ ക്യാമറയാണ്. പിന്നെ വീഡിയോഗ്രാഫി നിങ്ങൾക്ക് അറിയാമല്ലോ, പുതിയ ക്യാമറാസിൻ്റെ കാര്യങ്ങളൊക്കെ. സോ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ കയറുന്നില്ല. ഈ ഫുൾ ഫ്രെയിം ക്യാമറയുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം വളരെ ബഡ്ജറ്റിലും ഉണ്ട്, വളരെ എക്സ്പെൻസീവ് ആയിട്ടുണ്ട്. പഴയ നമ്മുടെ DSLR ക്യാമറാസ് Canon R6 ഒക്കെ വളരെ R6 അല്ല, Canon 6D ഒക്കെ വളരെ ചെറിയ പൈസയ്ക്ക് നമുക്ക് കിട്ടും. നല്ല ലോ ലൈറ്റ് പെർഫോമൻസ് ഉണ്ട്, ലാൻഡ്സ്കേപ്പ്, സിംഗിൾ ഷൂട്ട്, വെഡ്ഡിങ്ങിനൊക്കെ വളരെ നല്ല ക്യാമറയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ പുതിയ ക്യാമറാസ് കുറച്ചുകൂടെ ഫാസ്റ്റർ പെർഫോമൻസ് ആണ്. പണ്ടൊരു 45 മെഗാ പിക്സൽ DSLRന് 20 ഷട്ടർ ഒരു സെക്കൻഡിൽ അടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അന്നത്തെ വളരെ നല്ല ക്യാമറാസ് ഉള്ള 5D Mark IV അല്ലെ 1DX ഒക്കെ ഈ പറഞ്ഞ പോലെ 12-14 ഔട്ട് റൺ ചെയ്യുമായിരുന്നു. അപ്പോൾ അതാണ് ഈ ഫുൾ ഫ്രെയിം ക്യാമറാസ് എന്ന് പറഞ്ഞാൽ. സോണി, കാനോന്റെ R5 ഉണ്ട്, സോണിയുടെ A സീരീസ് ഉണ്ട്, നിക്കോണിന്റെ Z8 ഉണ്ട്, പാനാസോണിക്കിന്റെ S1 സീരീസ് ഒക്കെ ഈ ഫുൾ ഫ്രെയിം ക്യാമറയുടെ സംഭവമാണ്. നോർമലി ക്രോപ്പ് സെൻസർ ക്യാമറയെക്കാളും കുറച്ച് വലിപ്പം കൂടുതലായിരിക്കും, ബട്ട് ഇറ്റ്സ് നോട്ട് ഗോണ മേക്ക് മച്ച് ഡിഫറൻസ് ഇന്നത്തെ കാലത്ത്. പക്ഷേ അന്നത്തെ കാലത്ത് ഇറ്റ് മെയ്ഡ് എ ഹ്യൂജ് ഡിഫറൻസ്, കാരണം മിറർ DSLR ആയതുകൊണ്ട്. പിന്നെ എക്സ്പെൻസീവ് ആണ്, കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവ് അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ചീപ്പായിട്ട് ക്രോപ്പ് സെൻസർ ക്യാമറകൾ കിട്ടും. പക്ഷേ ഫുൾ ഫ്രെയിമിന് അത്രയും ചീപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടില്ല. അറ്റ് ദ സെയിം ടൈം ഇതിൻ്റെ പൈസ കൂടാനുള്ള വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഫുൾ ഫ്രെയിം ക്യാമറയ്ക്ക് ഫുൾ ഫ്രെയിമിൻ്റെതായ ലെൻസസ് ഉണ്ട്. ആ ലെൻസസ് നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. ക്രോപ്പ് സെൻസറിൻ്റെ ലെൻസസ് നമുക്ക് ഫുൾ ഫ്രെയിമിൽ ഇടാൻ പറ്റില്ല, കാരണം ക്രോപ്പ് സെൻസർ ചെറുതായതുകൊണ്ട് തന്നെ ചെറിയ ലെൻസ് ഓപ്പണിംഗ് ആയിരിക്കും ഫ്രണ്ടിൽ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ഫ്രെയിമിലേക്ക് വരുമ്പോൾ നടുക്കൊരു വട്ടം വരും. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പക്ഷേ നേരെ തിരിച്ചിടാം. അതായത് ഫുൾ ഫ്രെയിമിലുള്ള ലെൻസുകൾ നമുക്ക് ക്രോപ്പ് സെൻസറുകളിൽ സെയിം മൗണ്ട് ആണെങ്കിൽ ഇടാൻ പറ്റും. പക്ഷേ അത് കട്ടായിരിക്കും, ഫോട്ടോയിലല്ല സൂമിനായിരിക്കും. അതിനെക്കുറിച്ച് നമുക്ക് ലെൻസസിനെ കുറിച്ച് കാണുമ്പോൾ പറയാവുന്നതാണ്. ഇനി നമുക്ക് നേരെ ക്രോപ്പ് സെൻസർ ക്യാമറാസിലേക്ക് പോകും. എന്താണ് ക്രോപ്പ് സെൻസർ ക്യാമറാസ്? APS-C ക്യാമറാസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതാണ് ഈ ക്രോപ്പ് സെൻസർ ക്യാമറാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ക്രോപ്പ് സെൻസർ ക്യാമറാസിൻ്റെ ഈ സെൻസറിൻ്റെ സൈസ് കുറേ കൂടെ ചെറുതായിരിക്കും, ഒന്ന് മുറിച്ച് കളഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ അതിന് 23.5 × 15.6 mm വരെയാണ് അതിൻ്റെ സൈസ് വരുന്നത്. പക്ഷേ വേരി സ്ലൈറ്റ്ലി. പല സോണിക്ക് ഒരു പ്രത്യേക ക്രോപ്പ് ഫാക്ടർ ആയിരിക്കും, കാനോണിന് വേറെ ഒരു രീതിയിലുള്ളതായിരിക്കും സോണിക്ക്. അപ്പോൾ അതിൻ്റെ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ, നോട്ട് ലൈക്ക് ഹ്യൂജ് വ്യത്യാസങ്ങൾ വരുന്നില്ല. ആൻഡ് ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ കാനോൻ്റെ R7 ഉണ്ട്, പിന്നെ സോണിയുടെ A6700, A6600, ഫ്യൂജി ഫിലിമിൻ്റെ X-T5, നിക്കോണിൻ്റെ Z50 തുടങ്ങിയ സീരീസുകളൊക്കെ അല്ലെങ്കിൽ ക്യാമറാസൊക്കെ ഈ ക്രോപ്പ് സെൻസർ ക്യാമറാസിനുള്ളിൽ വരുന്നതാണ്. ഇത് ആർക്ക് വേണ്ടിയുള്ളതാണ്? ഇത് ട്രാവൽ, വ്ലോഗിങ്, വൈൽഡ് ലൈഫ്, ക്രോപ്പ് ഫാക്ടർ ഉള്ളതുകൊണ്ട്. വൈൽഡ് ലൈഫ് എന്തുകൊണ്ടാണ് ക്രോപ്പ് ഫാക്ടർ ഉള്ളതുകൊണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം, ഇത് കഴിയട്ടെ. അപ്പോൾ ഫിലിം മേക്കിംഗ്, സിമ്പിൾ ഫിലിം മേക്കിംഗ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ പറ്റിയ സംഭവമാണ്. അതായത് പക്ഷേ ദിസ് ഈസ് നോട്ട് ലൈക്ക് ആസ് ഗുഡ് ആസ് ഫുൾ ഫ്രെയിം ക്യാമറ. ഫുൾ ഫ്രെയിം ക്യാമറകൾ പോലെ അത്ര സെറ്റപ്പ് അല്ല, പക്ഷേ ഇത് ക്രോപ്പ് സെൻസർ ക്യാമറാസ് വളരെ നല്ലതാണ്. ചില ക്രോപ്പ് സെൻസർ ക്യാമറാസ് വളരെ നല്ല ഡൈനാമിക് റേഞ്ച് ഉണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഫോട്ടോ, മിൽക്കി വേയുടെ ഫോട്ടോ ഞാൻ കാനോണിൻ്റെ 1300D എന്നുള്ള ബേസ് ക്യാമറയിൽ എടുത്തതാണ്. അത് 4 വർഷങ്ങൾക്ക് മുമ്പ്. ആൻഡ് ദോസ് ആർ റിയലി ഗുഡ്, കുറ്റം പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ആ ഒരു സെൻസറിൻ്റെ സൈസിനനുസരിച്ച് അത് നന്നായിട്ട് പെർഫോം ചെയ്യുന്നതാണ്. ലൈറ്റ് വെയിറ്റ് ആണ്, ലൈറ്റ് ആയതുകൊണ്ട് ട്രാവൽ ചെയ്യാനും സിമ്പിൾ വ്ലോഗ് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സ്പെൻസീവ് അല്ല, ക്യാമറയും ലെൻസസും. ഈ എക്സ്പെൻസീവ് അല്ല എന്ന് പറയുമ്പം ഇതാണോ 2.5 ലക്ഷം രൂപയാണോടാ എക്സ്പെൻസ് അല്ലാത്ത എന്ന് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഈ എക്സ്പെൻസീവ് എന്ന് പറയുന്നത് ഒരു ഇപ്പോൾ ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇപ്പം ഫെറാറിയിൽ ഏറ്റവും ചീപ്പസ്റ്റ് ഫെറാറി നമുക്ക് ഫെറാറി കാറുകളിൽ ഏറ്റവും ചീപ്പസ്റ്റ് കാറായ ചോദിച്ചതിൻ്റെ അർത്ഥം ആ കാറ് ചീപ്പാന്നല്ല, ആ സെക്ഷനിൽ ഏറ്റവും ചീപ്പാന്നാണ്. അതുപോലെ ക്രോപ്പ് സെൻസർ ക്യാമറ ആ സെച്ച് വളരെ ചീപ്പല്ല, പക്ഷെ ആ സെക്ഷനിൽ ഈ ഒരു ക്യാമറ സെക്ഷനിൽ കമ്പാരിറ്റീവ് ചെയ്ത് ചീപ്പാണെന്ന് നമുക്ക് ഉദ്ദേശിച്ചത്. ഇതിൻ്റെതായ ലെൻസസ് ഉണ്ട്. അപ്പം അതിൻ്റെ അകത്ത് വളരെ സിമ്പിളാണ്, അത് വളരെ പൈസ കുറവാണ്. മറ്റേ അത്രയും ഹൈ ഒപ്റ്റിക് പെർഫോമൻസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ വളരെ നല്ല ലൈറ്റ് വെയിറ്റ് ലെൻസുകളും കാര്യങ്ങളും നിങ്ങൾക്ക് ബഡ്ജറ്റിൽ കിട്ടും. പിന്നെ നേരത്തെ പറഞ്ഞ ക്രോപ്പ് ഫാക്ടർ കണക്കിലെടുക്കുന്ന ഒരു സംഭവമല്ലേ. എന്താണ് ക്രോപ്പ് ഫാക്ടർ? ക്രോപ്പ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഫുൾ ഫ്രെയിം ക്യാമറകളെ കട്ട് ചെയ്താണ് ക്രോപ്പ് സെൻസർ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഫുൾ ഫ്രെയിം ലെൻസസുമായിട്ട് കമ്പയർ ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ലെൻസിൻ്റെ സെക്ഷനിൽ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഈ ഫുൾ ഫ്രെയിം ക്യാമറകളെ കട്ട് ചെയ്ത് ആണ് നമ്മൾ ക്രോപ്പ് സെൻസർ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഈ ഫുൾ ഫ്രെയിം സെൻസറുകളിൽ ഉപയോഗിക്കുന്ന ലെൻസുകളിലെ ഫുള്ള് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടില്ല ക്രോപ്പ് സെൻസർ ക്യാമറയിൽ.
അതായത് ഇപ്പോൾ 15 mm ഒരു ലെൻസ് നമ്മളൊരു ക്രോപ്പ് സെൻസർ ഇട്ട് കഴിഞ്ഞാൽ അത് 15 mm വൈഡ് ആയിരിക്കില്ല കിട്ടുക. എത്രയാണോ ആ ക്യാമറയുടെ ക്രോപ്പ് ഫാക്ടർ, ഇപ്പോൾ ക്യാനോൻ്റെ ക്രോപ്പ് സെൻസർ 1.6 ടൈംസ് ആണെങ്കിൽ 15 ഇൻറ്റു 1.65 ചെയ്യുമ്പോൾ കിട്ടുന്ന ആയിരിക്കും നമുക്ക് കിട്ടുക. ആ ഒരു മെത്തേഡിന് പറയുന്ന പേരാണ്, അല്ലെ ആ എത്രയാണോ കട്ടായി പോകുന്നത് അതിനാണ് പറയുന്നത് ക്രോപ്പ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ജസ്റ്റ് കാൽക്കുലേറ്റർ എടുത്തുന്ന കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പം കാൽക്കുലേറ്റർ എടുത്തു കഴിഞ്ഞാൽ 15 ഇൻറ്റു, കണക്കിൽ ഭയങ്കര പുലിയാണ്, 15 ഇൻറ്റു 1.6 എന്ന് പറഞ്ഞാൽ അത് 24 mm ലെൻസായി മാറുകയാണ്. മനസ്സിലായോ? സോ ചേട്ടൻ പുല്ല് വെട്ടാൻ വന്നതുകൊണ്ട് ഞാനവിടെ കുറച്ച് ബ്രേക്ക് എടുത്തു, കാരണം ഈ ഭാഗത്ത് നമ്മുടെ ഈ വീടിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് ഭയങ്കര സൗണ്ടാണ്. അതുകൊണ്ട് നമുക്ക് നേരെ ഇനി ബാക്കി കയറാം നമ്മുടെ മൈക്രോ ഫോർ തേർഡ്സ് എന്നുള്ള സംഭവം. എന്താണ് മൈക്രോ ഫോർ തേർഡ്സ്? വളരെ കോമ്പാക്റ്റും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാമറയാണ് മൈക്രോ ഫോർ തേർഡ്സ്. ചെറിയ സെൻസറാണ്, ഈ ക്രോപ്പ് സെൻസറിനേക്കാളും കുറച്ചുകൂടെ ചെറിയൊരു സെൻസറാണ് ഈ മൈക്രോ ഫോർ തേർഡ്സിനുള്ളത്. ഇതിൻ്റെ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 17.3 ഇൻറ്റു 13 mm സെൻസറാണ്. കുഞ്ഞ് സെൻസറാണ്, പക്ഷേ നമുക്ക് ഒരു സ്മാർട്ട് ഫോൺ ക്യാമറ അല്ലെങ്കിൽ 1 ഇഞ്ച് സെൻസർ ക്യാമറയെക്കാളും വളരെ നല്ലൊരു സംഭവമാണ്. ട്രാവൽ, വ്ളോഗിങ്, സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി തുടങ്ങിയ സാധനത്തിനൊക്കെ വളരെ അടിപൊളിയാണ് നമ്മുടെ ഈ കൊച്ചു ക്യാമറ. ഇപ്പം കോമ്പാക്റ്റ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, നല്ലൊരു ലെൻസ് എക്കോസിസ്റ്റം ഒക്കെ ഉണ്ട്. നല്ല ബ്രാൻഡിൻ്റെ ഒക്കെ നമ്മൾ വാങ്ങുവാണെങ്കിൽ, ഒളിമ്പസിൻ്റെ ഒക്കെ വാങ്ങുവാണെങ്കിൽ നല്ല ലെൻസ് സിസ്റ്റവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ല സ്റ്റെബിലൈസേഷനുള്ള അടിപൊളി ക്യാമറാസും ഉണ്ട്. സോ ഇറ്റ്സ് റിയലി ഗുഡ് ക്യാമറ, നല്ല സംഭവമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ചില കാര്യത്തിലേക്ക് വരുമ്പം ഇറ്റ്സ് നോട്ട് ഗുഡ്. ലൈക്ക് ഒരു സ്പെസിഫിക് ഏരിയയിലേക്ക് വരുമ്പോൾ, ലൈക്ക് വൈൽഡ് ലൈഫ് തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഈവൻ ലൈക്ക് നമ്മുടെ നല്ലൊരു പ്രൊഫഷണൽ ലെവൽ വീഡിയോഗ്രാഫിയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ലാൻഡ്സ്കേപ്പ് ആസ്ട്രോ ഫോട്ടോഗ്രാഫിയിലേക്ക് വരുമ്പോൾ ഇതൊരു ചെറിയ വള്ളിയാണ്. പക്ഷേ ട്രാവലിന് ബെസ്റ്റാണ്. സോ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സെൻസറാണ്, സ്മോളർ ഡൈനാമിക് റേഞ്ച് ആണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഈ ലോ ലൈറ്റ് പെർഫോമൻസിൽ ചെറിയൊരു തട്ടുണ്ട്. പക്ഷേ പല ഇതിൻ്റെ ലെൻസുകളും വളരെ ഫാസ്റ്റാണ്. 1.8, 1.2 ഒക്കെ ലെൻസുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാം. പക്ഷേ സ്റ്റിൽ മറ്റേ നമുക്ക് മുട്ടിച്ച് നോക്കാൻ പറ്റില്ല. ഇനി അടുത്താണ് കോമ്പാക്ട് സെൻസർ ക്യാമറാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് കോമ്പാക്ട് സെൻസർ എന്ന് പറഞ്ഞാൽ? 1 ഇഞ്ച് സെൻസർ, അതിലും താഴോട്ടുള്ള ഈ ആക്ഷൻ ക്യാമറാസ് ഉള്ള സെൻസർ, പിന്നെ സ്മാർട്ട് ഫോൺ ക്യാമറയുള്ള സെൻസറൊക്കെയാണ് ഈ കോമ്പാക്ട് സെൻസർ ക്യാമറാസ്. നമ്മുടെ ഉദാഹരണം ഇതിൻ്റെ 1 ഇഞ്ച് സെൻസർ വരുന്ന സോണിയുടെ RX100 സീരീസ് ഉണ്ട്. പിന്നെ നമ്മുടെ സോണിയുടെ ഒരു വ്ളോഗിങ് ക്യാമറ ഉണ്ട്, ZEV, അതിലേതോ ഒരു സാധനം 1 ഇഞ്ചാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കാനോണിൻ്റെ G7X Mark III തുടങ്ങിയ സംഭവമാണ്. സെൻസറിൻ്റെ സൈസ് 1 ഇഞ്ചേ ഉള്ളൂ. പിന്നെ നമ്മുടെ DJI Pocket 3 2 സംഭവമില്ലേ, നല്ല 1 ഇഞ്ച് സെൻസറാണ്. അപ്പോൾ ഈ താഴോട്ട് വരുന്ന സെൻസറുകളെക്കാളും നല്ല ലോ ലൈറ്റ് പെർഫോമൻസ് ഉള്ള കുഞ്ഞു ക്യാമറാസ് ആയിരിക്കും. നല്ല സാധനങ്ങളാണ്, നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു എന്താ പറയുക, ആ രീതിയിലുള്ളൊരു ക്യാമറയാണ്. നല്ലതാണ്. വേറെ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യങ്ങളൊന്നുമില്ലല്ലോ. ഡെപ്ത് ഓഫ് ഫീൽഡ് തുടങ്ങിയ കാര്യങ്ങൾ, പ്രൊഫഷണൽ വർക്കും തുടങ്ങിയ കാര്യങ്ങളിലേക്ക് അതിനെ നോക്കണ്ട, അത്രയും സെറ്റപ്പ് അല്ല. ബട്ട് ഇറ്റ്സ് ഗുഡ് കമ്പയർ ടു സ്മാർട്ട് ഫോൺസിൽ. പക്ഷേ ഇപ്പോൾ AI കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഡെപ്ത് ഓഫ് ഫീൽഡൊക്കെ ഇങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞ ഒരു നാച്ചുറൽ ഒതൻറ്റിക് ഒരു ഫീല് കിട്ടണമെങ്കിൽ, നല്ല നാടൻ പൊറോട്ടയും ബീഫും കഴിച്ചതിൻ്റെ ഒരു സുഖം നമുക്ക് എത്രയാണെങ്കിലും വേറെ ഒന്നിനും കിട്ടുക എന്ന് പറയുന്ന പോലെ ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മുടെ കുറച്ചുകൂടെ മുന്തിയ സെൻസർ വേണം. പിന്നെ ഈ 1/1.7 ഇഞ്ച് സെൻസർ, 1/2.3 ഇഞ്ച് സെൻസർ, ലൈക്ക് പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറാസ്, ഡ്രോൺ, ആക്ഷൻ ക്യാമറാസിലൊക്കെ വരുന്ന സെൻസറുകളുണ്ട്. സെയിം സംഭവം തന്നെ, കൂടുതൽ ഞാൻ പറയുന്നില്ല. പിന്നെ സ്മാർട്ട് ഫോൺ ക്യാമറാസ്, അതിൻ്റെ തന്നെ ഈവൻ ചില സ്മാർട്ട് ഫോണിൽ 1 ഇഞ്ച് സെൻസർ വരുന്നുണ്ട്. സോ അത് അതിൻ്റെ അകത്തൊക്കെ പെട്ടു. ഓക്കെ, സോ ഇതൊക്കെയാണ് സെൻസറുകൾ. അപ്പോൾ സെൻസറുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഒത്തിരി സമയമായിരിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നതാണ് DSLR vs മിറർലെസ് എന്നൊരു സംഭവം. എന്താണ് DSLR മിറർലെസ് നമ്മൾ പ്രധാനപ്പെട്ട വ്യത്യാസം? പേര് പറയുന്നത് തന്നെ മിറർലെസ്സിൻ്റെ അകത്ത് മിറർ ഇല്ല, DSLRൻ്റെ അകത്ത് മിറർ ഉണ്ടെന്നുള്ള കാര്യമാണ്. ഉദാഹരണത്തിന് നമ്മൾ ഈ ഒരു ക്യാമറ നമ്മളിപ്പോൾ ഇവിടെ തുറന്ന് ഞാനിപ്പോൾ ഷട്ടർ പൊക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ എന്നെ പൊത്തിപ്പിടിച്ചാലേ കാണത്തുള്ളൂ. ഓക്കെ, കമോൺ ഫോക്കസ് മാൻ, മൊത്തത്തിൽ പോയോ? അപ്പോൾ ഈ ഒരു സംഭവം കണ്ടോ, ഇതാണ് നമ്മുടെ സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ സെൻസറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെൻസർ നേരെ ലെൻസിൽ നിന്ന് ലൈറ്റ് സ്വീകരിക്കുന്നു, അത് ഫീഡ് ചെയ്യുന്നു. അതാണ് ഈ സെൻസറിൻ്റെ ജോലി, അതാണ് പിക്ചറായിട്ട് മാറുന്നത്. ഈ വ്യൂ ഫൈൻഡർ മിറർലെസ്സിൽ വരുന്ന പ്രത്യേകം വെച്ചാൽ ഇത് ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു സ്ക്രീനാണ്. പക്ഷേ DSLR വരുമ്പം അതൊരു റിയൽ സ്ക്രീനല്ല, അതൊരു മിറർ സിസ്റ്റമാണ്. അതായത് ലൈറ്റ് ഇങ്ങനെ വന്ന് നമ്മുടെ മിററെ തട്ടി, മിററിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് പോയി, അവിടെ ഒരു പ്രിസം പോലത്തെ ഒരു സാധനം അത് തട്ടി നമ്മൾ ആ ലൈറ്റിനെ ഇതിൻ്റെ അകത്തൂടെ കാണുമ്പോൾ നമുക്കത് റിയൽ ലൈഫിൽ എന്താ സംഭവിക്കുന്നതെന്ന് കാണാൻ പറ്റും. ഏതിൽ? DSLR. പക്ഷേ ഈ പറഞ്ഞ പരിപാടിയൊന്നും ഇതിൻ്റെ അകത്തില്ല, നമ്മുടെ മിറർലെസ്സിലില്ല. നേരെ സെൻസറിലേക്ക് അടിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, അതാണ് സംഭവം. അപ്പോൾ ഈ DSLRലേക്ക് വരുമ്പോഴത്തേക്കും ഇത് ഫോട്ടോ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ മിറർ പൊങ്ങുമ്പോൾ ലൈറ്റ് സെൻസറിലേക്ക് അടിക്കുന്നു, നമ്മൾ ഷട്ടർ അമർത്തുമ്പോൾ മിറർ പൊങ്ങുന്നു, ലൈറ്റ് സെൻസറിലേക്ക് അടിക്കുന്നു, ക്യാപ്ചർ ചെയ്യുന്നു. ഇവിടെ അങ്ങനെ ഒരു പരിപാടിയില്ല. അതുകൊണ്ട് തന്നെ മിറർലെസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്ത് അത്ര വലിപ്പമില്ല. മറ്റേതിന് എപ്പോഴും ഒരു തള്ളിനിപ്പലുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിറർ സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് രണ്ടിനും അതിൻ്റെതായ ഒരു ഗുണവും ഉണ്ട്, അതിൻ്റെതായ ഒരു ദോഷവും ഉണ്ട്.
മിറർലെസിന്റെ ഒരേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ കാര്യങ്ങൾ മാറി. പക്ഷേ 2 വർഷം നിങ്ങൾ എന്നോട് ചോദിക്കായിരുന്നു പറയാൻ ഡൈനാമിക് റേഞ്ചിൽ പ്രശ്നമുണ്ട് എന്ന് പറയാമായിരുന്നു. പക്ഷേ ഇപ്പം നല്ല മിറർലെസ് ഒക്കെ നല്ല ഡൈനാമിക് റേഞ്ച് ഉള്ള കാര്യങ്ങളാണ്. പക്ഷേ മിറർലെസിന്റെ ഒരേ ഒരു പോരായ്മ എന്ന് വെച്ചാൽ ഈ ബാറ്ററി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് കത്തിത്തീരും. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ വ്യൂ ഫൈൻഡറാണ്. ഈ വ്യൂ ഫൈൻഡർ നമ്മൾ DSLR-ൽ കാണുന്ന അത്ര നാച്ചുറൽ തന്നെ കാണാൻ വേണ്ടി, ആ ഒരു സംഭവം തന്നെ കിട്ടാൻ വേണ്ടി നമുക്കിതിൻ്റെ അകത്ത് വളരെ ഹൈ റെസൊല്യൂഷനുള്ള അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി ഉള്ള ഒരു സിസ്റ്റമാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് റൺ ചെയ്യാൻ നല്ല ബാറ്ററി വേണം. അപ്പോൾ നമ്മളിത് എങ്ങനെ ഉപയോഗിച്ചാലും ഇത് റൺ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ബാറ്ററി കത്തി അങ്ങ് തീർന്നു പോകും. അതുകൊണ്ട് തന്നെ പറഞ്ഞല്ലോ, മനസ്സിലായല്ലോ, ബാറ്ററി കത്തി. പക്ഷെ DSLR-ലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു സാധനമില്ല, നേരെ ഒപ്റ്റിക്കാണ്. ആ കൂടി ബാറ്ററി റൺ ചെയ്യാൻ പോകുന്നത് ഇതിനു വേണ്ടി മാത്രമായിരുന്നു, നമ്മുടെ സ്ക്രീനിന് വേണ്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിന് അത്രയും ബാറ്ററി റൺ ചെയ്യില്ല. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇതിനിപ്പോൾ R5-ന് നമുക്കൊരു 500 ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു DSLR R6 പോലത്തെ ഒരു ക്യാമറയ്ക്ക് 6Dക്കകത്ത് നമുക്കൊരു 1000-1200 ഫോട്ടോ എടുക്കാം. അത്രയും ഒരു ഡിഫറൻസ് ഉണ്ടാവും, ഒരു 40-50% ഡിഫറൻസ് ഉണ്ടാവും എന്തിൽ, മറ്റേതിനകത്ത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ മിറർ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് കൂടുതൽ ഓട്ടോ ഫോക്കസ്, ഫാസ്റ്റർ ഓട്ടോ ഫോക്കസ് ഭയങ്കര കൂടുതൽ. കാരണം സ്മോളർലെസ് ടുവേർഡ് സോഫ്റ്റ്വെയറിന് ഒരുപാട് ഇൻഫ്ലുവൻസും നല്ല പ്രൊസസ്സറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ഡെവലപ്പായി വന്നതുകൊണ്ട് തന്നെ ഈ നല്ല വീഡിയോഗ്രഫി ഫീച്ചേഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ബെറ്റർ ഓട്ടോ ഫോക്കസ് ഉണ്ട്, എല്ലാം ഫാസ്റ്ററാണ്. സോ ഗുഡ്. അതുകൊണ്ട് മിറർലെസ് ഈസ് ഡെഫിനറ്റ്ലി ദ ഫ്യൂച്ചർ. പക്ഷേ ദാറ്റ് ബീയിങ് സെഡ്, ബഡ്ജറ്റ് അനുവദിക്കുന്നില്ലെങ്കിൽ ഒരു സാധാരണ ട്രാവൽ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫറിന് ഭയങ്കര സ്പീഡിൽ ഫോട്ടോ എടുക്കുക, പറന്ന് കിടന്ന് വീഡിയോ എടുക്കേണ്ട ലോഗിൻ്റെ ഒന്നും ആവശ്യമില്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു 6D പോലത്തെ ഒരു അല്ലെങ്കിൽ 5D Mark IV പോലത്തെ ഒരു ക്യാമറ കൊണ്ട് യു ക്യാൻ ഡു വണ്ടേഴ്സ് വിത്ത് യുവർ ഫോട്ടോസ്. കാരണം നല്ല സെൻസറാണ്. ഇപ്പോൾ നിക്കോണിൻ്റെ ഒക്കെ D750, 850 അങ്ങനെ ക്യാമറസ് ഒക്കെ ഉണ്ടാക്കും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെൻസറാണ്, നല്ല ഡൈനാമിക് റേഞ്ച് ഉള്ള സെൻസറാണ്. ലേഔട്ടിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഫോക്കസ് ഒന്ന് മാറ്റിയിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഇപ്പോൾ ഇതിലേക്കായിരിക്കും ഫോക്കസ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. തിങ്ക് സോ. എനിവേ, സോ നമുക്ക് ക്യാമറയെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട 1, 2, 3 സംഭവങ്ങൾ. അതായത് ഇത് നമ്മുടെ സെൻസർ ക്യാപ്പാണ്. ഇത് അഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഈ കാണുന്നതാണ് ഷട്ടർ. DSLR-ൻ്റെ അല്ല, മിറർലെസിൻ്റെ ആണ്. ഇത് പൊക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ളിൽ കാണുന്നതാണ് ഇതിൻ്റെ സെൻസർ. അപ്പോൾ അത് നമ്മൾ പൊടി കയറാണ്ട് സൂക്ഷിക്കുക. ക്യാനോണിൻ്റെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അടഞ്ഞു പോയിക്കോളും, കുഴപ്പമൊന്നുമില്ല. അപ്പം അടഞ്ഞു പോകുന്ന ചില ബ്രാൻഡുകൾക്ക് കേടാന്ന് പറയുന്നുണ്ട്. പക്ഷേ 3 വർഷമായിട്ട് ഉപയോഗിച്ചിട്ട് എനിക്കൊരു കുഴപ്പം വന്നിട്ടില്ല. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതാണ് ഹോട്ട് ഷൂ. ഈ സാധനമാണ് ഹോട്ട് ഷൂ എന്ന് പറയുന്ന സാധനം. ഹോട്ട് ഷൂ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സസറീസ് കണക്ട് ചെയ്യാനാണ്. നമുക്ക് എൻ്റെ മണ്ടയിൽ ലൈറ്റോ മൈക്കോ മറ്റേ സാധനങ്ങളോ കണക്ട് ചെയ്യാം. പുതിയ ചില R5 Mark II Mark III ഒക്കെ ഇലക്ട്രോണിക് കണക്ഷനുള്ള സാധനം വരുന്നുണ്ട്. ഇതിനകത്ത് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടോ തോന്നുന്നു. എനിവേ, അപ്പോൾ അത് സ്മാർട്ടായിട്ട് ഹോട്ട് ഷൂ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് വിൽ കമ്മ്യൂണിക്കേറ്റ് ടു ദ ക്യാമറ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തും കണക്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ വ്യൂ ഫൈൻഡർ. ഈ സാധനമാണ് നമ്മുടെ വ്യൂ ഫൈൻഡർ. ഇപ്പോൾ വ്യൂ ഫൈൻഡറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൂടെ നോക്കുമ്പോൾ ഇപ്പുറത്തെ കാണാം. ഇത് ഡിജിറ്റലാണ്, മറ്റേ പോലെ മിറർ സിസ്റ്റം അല്ല. അപ്പോൾ അത് ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ മോഡ് ഡയൽ എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട്. ചില ക്യാമറാസിന് ഇവിടെ തിരിക്കും മോഡ് ഡയൽ ഉണ്ട്. എൻ്റെ ഇതൊരു ബട്ടണാണ്. ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സ്ക്രീനിൽ വരും. അപ്പോൾ അത് മോഡ്സ് AV മാനുവൽ തുടങ്ങിയ സാധനങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സംഭവമാണ്. പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇതാണ് ഫ്ലിപ്പ് ഔട്ട് സ്ക്രീന്. പല തരത്തിലുള്ള സ്ക്രീനുകളുണ്ട്. ഫ്ലിപ്പ് ഔട്ട് ഉണ്ട്, ഫിക്സഡ് ഉണ്ട്, പിന്നെ വേരി ആംഗിൾ ഫ്ലിപ്പ് ഔട്ട് സ്ക്രീനുണ്ട്. അപ്പോൾ ഈ വേരി ആംഗിൾ എനിക്കിതിനകത്ത് ഏറ്റവും നല്ല ഇംപ്ലിമേഷൻ ആ സോണിയുടെ A7R5 6 കണ്ട് വന്നൊരു സംഭവമാണ്. ഫ്ലിപ്പ് ഔട്ടും ചെയ്യും, എന്നാൽ നമുക്ക് ടിൽറ്റും ചെയ്യാൻ പറ്റുന്ന കൂട്ട സംഭവം. ഇറ്റ്സ് റിയലി ഗുഡ്. പിന്നെ വീൽസും കാര്യങ്ങളും ബട്ടണും കാര്യങ്ങളൊക്കെ ഒത്തിരി ഞാൻ പറയുന്നില്ല. അതൊക്കെ ഓരോ ജോയിസ്റ്റിക് ഉണ്ട്, അങ്ങനെയൊക്കെ അല്ലേ. ഇതൊക്കെ ജോയിസ്റ്റിക് ഉണ്ട്, വീൽസ് ഉണ്ട്, പ്ലെന്റി ഓഫ് കസ്റ്റമൈസേഷൻ ഉണ്ട്. മിറർലെസ് ആയതുകൊണ്ട് തന്നെ എല്ലാ ബട്ടൺസും എനിക്ക് ഏകദേശം എത്ര ഉണ്ടെന്ന് നോക്കിയാൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 ബട്ടൺസ് ഉണ്ട്. എനിക്കത് ഇഷ്ടമുള്ള 18 ബട്ടൺസ് ഉണ്ട്. ഇതിനകത്ത് ഇഷ്ടമുള്ളവരെ എനിക്കത് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും സോഫ്റ്റ്വെയറിൽ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ബട്ടൺ കാണാം. ഇത് ഓരോ ക്യാമറയ്ക്ക് ഓരോ രീതിയിലാണ്. ഇത് ഞെക്കിയിട്ടാണ് നമ്മൾ ലെൻസ് ഊരുക. ഇത് ഊരാൻ വേണ്ട, പക്ഷേ ലെൻസ് ഊരാൻ നേരത്തെ ഞെക്കിയിട്ട് ഊരി കഴിഞ്ഞാൽ ആ ലോക്കങ്ങ് ഊരി കിട്ടും. ഇല്ലെങ്കിൽ ലോക്കല്ല മൊത്തം പറഞ്ഞു പോയി നിങ്ങൾ ഊരി കഴിഞ്ഞാൽ. പിന്നെ ഓൺ ആൻഡ് ഓഫ് ബട്ടൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ക്വാർട്ടർ ഇഞ്ച് സ്ക്രൂ ത്രെഡ് ഉണ്ട് ഇതിൻ്റെ അടിയിൽ. അവിടെയാണ് നമ്മൾ ഈ ട്രൈപോഡ് ആക്സസറീസ് ഈ സാധനമൊക്കെ ഫിക്സ് ചെയ്തേക്കുന്നത്. ഞാനത് ഊരി കാണിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇടാൻ വലിയ പാടാണ്, അതുകൊണ്ട് ഊരി കാണിക്കുന്നില്ല. പിന്നെ നമ്മുടെ ബാറ്ററി ഡോർ ഓരോ ക്യാമറയ്ക്ക് ഓരോ രീതിയിലായിരിക്കും. ഇതിപ്പോൾ ക്യാനോൻ്റെ ആണ്, LP6NX ബാറ്ററിയാണ്. അപ്പോൾ അത് അങ്ങനെയുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഓരോ ചുപ്മാപ്പി കേബിൾ കണക്ട് ചെയ്യാനുള്ള സാധനമുണ്ട്. ഐ ഡോണ്ട് കെയർ. പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്കൊന്നും ഞാൻ മെമ്മറി കാർഡിൻ്റെ ഡോറുണ്ട്, മെമ്മറി കാർഡ് സ്ലോട്ട് ഡോറൊക്കെ ഉണ്ട്. എൻ്റെ അകത്തൊരു CF Express Type B കാർഡ് ഇടാം, പിന്നെ ഒരു SD കാർഡ് ഇടാം, ഡ്യുവൽ കാർഡ് സ്ലോട്ട്. ചിലതിനകത്ത് സിംഗിൾ കാർഡ് സ്ലോട്ടേ ഉള്ളൂ, ചിലതിനകത്ത് ഡ്യുവൽ CF Express Type B ഉണ്ട്, ഡ്യുവൽ കം ഓൺ ബ്രോ സൈലന്റ്. ഓക്കെ, സോ
അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ ഭാഗത്ത് ഞാൻ ഈ എൽ ബ്രാക്കറ്റ് വെച്ചുകൊണ്ട് കാണാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങളുണ്ട്. നമ്മുടെ USB-C കേബിൾ കണക്ട് ചെയ്യുന്ന സാധനങ്ങൾ തുറന്ന് കാണിക്കാം. കമോൺ ബ്രോ, യു ക്യാൻ ഡു ഇറ്റ്. ഈ എൽ ബ്രാക്കറ്റിൻ്റെ പിന്നെയും തമ്മിപ്പോയത് ഈ ഒരു എൽ ബ്രാക്കറ്റ് കേട്ടോ. അതാകുമ്പോൾ അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും ഉണ്ട്. ഇത് കണ്ടില്ലേ? അപ്പോൾ ഇത് ഫോക്കസ് ആണോ നോക്കട്ടെ. ഇത് ഫോക്കസ് ആണ്, വലിയ മോശമില്ല. ഇവിടെ HDMI, മൈക്രോ HDMI, മൈക്ക്, ഹിയർ ഹെഡ്ഫോണ്, USB-C തുടങ്ങിയ സാധനങ്ങളൊക്കെ കണക്ട് ചെയ്യാം. പിന്നെ ഓരോ ക്യാമറയും ഓരോ രീതിയിൽ വെതർ സീൽഡ് ആയിരിക്കും. അത് നിങ്ങളുടെ സ്പെസിഫിക് മാനുഫാക്ചേഴ്സിന് നോക്കണം എത്രത്തോളം മഴ കൊള്ളാന്നുള്ള കാര്യം. എനിക്കിവിടെ വെതർ സീൽഡ് ഉണ്ട്. ഇവിടെ ഒരു ചെറിയ റബ്ബർ സാധനം ഉണ്ട്, ലെൻസേലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ, സിന ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്. പിന്നെ എങ്ങനെ ക്യാമറ, പിന്നെ വേറെ നമുക്ക് ഇതിനെക്കുറിച്ച് ക്യാമറയെക്കുറിച്ച് പറയാനൊന്നുമില്ല. ഐപീസ് ഇവിടെ നിന്ന് ഊരിയെടുക്കാം, പക്ഷെ ഊരിയെടുക്കുന്നില്ല. അതെൻ്റെ അറ്റാച്ച്ഡ്. സ്ക്രൂ ഉണ്ട് കേട്ടോ. ഓക്കെ, നല്ല കാര്യം. പണ്ട് 6Dയിലേക്ക് ഊരിയെടുക്കായിരുന്നു. സോ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട പാർട്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറയെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏകദേശം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഐ എം നോട്ട് ഗോണ ടോക്ക് ടു മച്ച് അബൌട്ട് ദീസ് തിങ്സ്. ഇതിനെക്കുറിച്ച് ഇനി ഒത്തിരി ഞാൻ പറയുന്നില്ല. എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്ന് തോന്നുന്നു. പിന്നെ ഒരു ബട്ടൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. അതായത് അതിതാണ്, ഇത് കണ്ടോ, ഇതിപ്പോൾ ഓരോ ക്യാമറയ്ക്ക് ഓരോ രീതിയിലാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയുടെ റിമോട്ട് ഷട്ടർ കണക്ട് ചെയ്യുന്ന സംഭവമാണ്. ഇത് നമുക്ക് ഈ കേബിൾ കുത്തിയിട്ട് നമുക്ക് ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനമാണ്. അത്രയും കൂടി എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇവിടെ ഒരു ലൈറ്റൊക്കെ ഉണ്ട്. നമ്മൾ ഷട്ടർ ഞെക്കുമ്പം അല്ലെങ്കിൽ ഓൺ ആക്കുമ്പോൾ ഒക്കെ ഇത് വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അത് ടൈമർ ഇടുമ്പം വരും. അപ്പോൾ അങ്ങനെയാണ് ആ സംഭവങ്ങളൊക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. വേറെ ഒന്നും പറയാനില്ല. ക്യാമറകളെ കുറിച്ച്, സെൻസറുകളെ കുറിച്ച് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ക്യാമറ വാങ്ങാമെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉള്ള പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാമറ വാങ്ങാം. പക്ഷെ എന്നാലും ഗോ ഫോർ എ ബഡ്ജറ്റ് ക്യാമറ. പണി പഠിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നല്ല പൈസയുടെ ക്യാമറ വാങ്ങാം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നമ്മൾ അടുത്ത ദിവസം വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണും. സൂൺ തന്നെ, വിത്തിൻ കപ്പിൾ ഓഫ് ഡേയ്സ്. ലെൻസസ് എന്തിനൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ളതാണ്, ഏതിനൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ശരി, എന്നാൽ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ടേക്ക് കെയർ, ബൈ, പീസ്.